പ്രിയപ്പെട്ടവരെ, പത്രങ്ങളിലെല്ലാം വി എസ് ഇടം പിടിച്ച ഒരു ദിവസമായിരിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. കഴിഞ്ഞ 2 ദിവസങ്ങളിലായി വി എസ് തന്നെയായിരുന്നു, ഇന്നും വി എസ് തന്നെ ആയിരിക്കും എന്നുള്ളത് ഒരു സംശയവുമില്ലാത്ത കാര്യമാണ്. ശ്രീജിത്ത് ബാലകൃഷ്ണനാണ് നമുക്ക് പത്രങ്ങളിലെ വിശേഷങ്ങളുമായി, പത്രപാരായണവുമായി നമുക്കൊപ്പം ചേരുന്നത്. ഗുഡ് മോർണിംഗ് ശ്രീജിത്ത്. കഴിഞ്ഞ 2-3 ദിവസമായി പ്രസ് സ്റ്റോപ്പില്ലായിരുന്നു. കഴിഞ്ഞ 50-55 മണിക്കൂറായി നമ്മുടെ ക്യാമറകൾ വി എസിൻ്റെ നിശ്ചലമായി കിടക്കുന്ന ശരീരത്തിലേക്കും ആ ശരീരത്തെ കണ്ട് വികാരഭരിതരായി മുദ്രാവാക്യം വിളിക്കുന്ന ജനങ്ങളിലേക്കും തിരിച്ചു വെച്ചിരിക്കുകയാണ്. അപ്പോൾ പത്രങ്ങളിൽ എന്തുണ്ട്? ഗുഡ് മോർണിംഗ്. തീർച്ചയായും മിനിൽ, വി എസ് തന്നെയാണ് പത്രങ്ങളിലും. കാരണം ഇന്നലെയൊക്കെ പത്രങ്ങൾ ആ രൂപത്തിലാണ് ഇറങ്ങിയത്. നമ്മൾ ആ വാർത്തകളിലേക്കും പത്രങ്ങളിലേക്കും പോയിരുന്നില്ല. ഇന്ന് നിർബന്ധമായും പത്രങ്ങളിലേക്ക് പോവുകയാണ്. രക്തസാക്ഷികളുടെ ചോര ചുവപ്പിച്ച ആലപ്പുഴയുടെ മണ്ണിൽ വി എസ് ചുവന്ന സൂര്യനായി ജ്വലിച്ചടങ്ങി. ജീവിതം സമരമാക്കി ചെറുത്തുനിൽപ്പിൻ്റെ വിപ്ലവ ജ്വാല പകർന്നു നൽകിയ സമരനായകൻ വി എസ് അച്യുതാനന്ദൻ്റെ ഭൗതിക ശരീരം പുന്നപ്പുറയുടെ മണ്ണ് ഏറ്റുവാങ്ങി. വി എസ് ഇനി ജനഹൃദയങ്ങളിൽ. എല്ലാ പത്രങ്ങളും ഒരേ സ്വരത്തിൽ വി എസിന് നാട് വിട നൽകിയത് പ്രധാന വാർത്തയാക്കി. അതുതന്നെയാണ് നമ്മളും പറയാൻ പോകുന്നത്. അങ്ങനെ വി എസിന് വിട ചൊല്ലി കേരളം എന്നാണ് ചന്ദ്രിക അവരുടെ 1-ാം പേജിൽ പ്രധാനപ്പെട്ട വാർത്തയാക്കിയിട്ടുള്ളത്. അത് വലിയ രൂപത്തിൽ തന്നെയാണ് അവർ വാർത്തയും നൽകുന്നത്. ഇനി കനലോർമ്മ എന്നാണ് ദീപിക പറയുന്നത്. അതായത് കനൽ ഓർമ്മയിലേക്ക് വി എസ് മായുന്നു എന്നുള്ളതാണ്. കെടാത്ത ചെങ്കനൽ എന്നാണ് മംഗളം പറയുന്നത്. വി എസ് ഓർമ്മയായി ഇന്ന് ജന്മഭൂമി. മറ്റൊരു വാർത്ത കൂടി 1-ാം പേജിൽ വലുതായി നൽകിയിട്ടുണ്ട്. പക്ഷേ എന്നാൽ പോലും വി എസ് ഓർമ്മയായി എന്ന് വാർത്ത വലിയ രൂപത്തിൽ നൽകാൻ ജന്മഭൂമിയും തയ്യാറായിട്ടുണ്ട്. ഇനി രക്തതാരകം എന്നാണ് മെട്രോ വാർത്ത പറയുന്നത്. തോരാതെ വി എസ് എന്ന് മാധ്യമം 1-ാം പേജിൽ മാത്രമല്ല, നിറയെ വാർത്തകളുമായി ഉൾപേജിലും വി എസിൻ്റെ ഓർമ്മകൾ, സംസ്കാര ചടങ്ങുകളൊക്കെ ഉൾപേജിൽ മാധ്യമം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വി എസിന് ജനഹൃദയങ്ങളിൽ എന്നാണ് സിറാജ് പറയുന്നത്. അന്തിച്ചോപ്പ് മാഞ്ഞു, അനശ്വരനായി മടങ്ങി എന്ന് വീക്ഷണം ഒരുപക്ഷെ വളരെ മനോഹരമായി തന്നെ നന്നായി തന്നെ ആ വാർത്തയെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. അന്തിച്ചോപ്പ് മാഞ്ഞു, അനശ്വരനായി മടങ്ങി എന്നാണ് വീക്ഷണം പറയുന്നത്. വി എസ് നിത്യതയിൽ യുഗതാരകം എന്നാണ് കേരള കൗമുദി. അത് യുഗതാരകം എന്ന് വലുതായി തന്നെയാണ് കേരള കൗമുദി നൽകുന്നത്. പിന്നെ ഇംഗ്ലീഷ് ദിനപത്രങ്ങൾ, അതിൽ ഹിന്ദു ഒഴികെ എക്സ്പ്രസും ടൈംസ് ഓഫ് ഇന്ത്യയും അവരുടെ 1-ാം പേജിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായി നൽകിയിട്ടുള്ളത് വി എസിൻ്റെ അന്തിമ സംസ്കാര ചടങ്ങുകൾ തന്നെയാണ്. റെഡ്സ് ആൻഡ് സെറ്റ്സ് എന്നാണ് ടൈംസ് പറയുന്നത്. ഇൻ കമ്പനി ഓഫ് കമ്മ്യൂണിസ്റ്റ് ലെജൻഡ് എന്നാണ് എക്സ്പ്രസ് പറയുന്നത്. അതൊരു പക്ഷേ കുറച്ചും കൂടി വിശാല അടിസ്ഥാനത്തിലുള്ളൊരു വലിയ ഹെഡിങ്ങാണ്. ഇൻ കമ്പനി ഓഫ് കമ്മ്യൂണിസ്റ്റ് ലെജൻഡ് എന്ന രൂപത്തിലേക്ക് എക്സ്പ്രസ് പറയുന്നു. വി എസ് രക്തതാരകം എന്നാണ് ജനയുഗം പറയുന്നത്. ജനയുഗം അവരുടെ ഒരുപക്ഷെ ദേശാഭിമാനി കഴിഞ്ഞാൽ ഏറ്റവും നന്നായി വലിയ രൂപത്തിൽ അതിനെ കൈകാര്യം ചെയ്തിട്ടുള്ളത് ജനയുഗം കൂടിയാണ്. കാരണം CPIക്ക് വേണ്ടപ്പെട്ട ആൾ തന്നെയാണ് വി എസ് എന്നുള്ളത് കൊണ്ട്. ആൾക്കൂട്ടത്തിലലിഞ്ഞ് അന്ത്യയാത്ര തുടരും പടരും എന്നാണ് ദേശാഭിമാനി എല്ലാ അർത്ഥത്തിലും ഒരുപക്ഷെ പൂർണ്ണമായും സമ്പൂർണ്ണമായും ഇന്നലെ ദേശാഭിമാനിയുടെ തലക്കെട്ടിന് മുകളിലായിരുന്നു വി എസിൻ്റെ മരണവാർത്ത ഉണ്ടായിരുന്നത്. ഇന്നും അതേ അർത്ഥത്തിൽ തന്നെ അതിനേക്കാൾ നന്നായി നൽകിയിട്ടുണ്ട് എന്ന് വേണം കാണാൻ. ആൾക്കൂട്ടത്തിലലിഞ്ഞ് അന്ത്യയാത്ര തുടരും പടരും എന്ന് ദേശാഭിമാനിയും പറയുന്നു. പിന്നെയുള്ളത് മാതൃഭൂമിയും മനോരമയുമാണ്. ഒരുപക്ഷെ എല്ലാ പത്രങ്ങളെക്കാളും കൂടുതൽ വാർത്തകളും വിന്യാസങ്ങളും ഒക്കെ നിറയെ കളർ ചിത്രങ്ങളുമായി മനോരമയും മാതൃഭൂമിയും നിറഞ്ഞു നിൽക്കുന്നുണ്ട്. അതിലേക്കാണ് നമ്മൾ വേഗം പോകുന്നത്. മാതൃഭൂമിയിലേക്ക്. അസ്തമിക്കില്ല എന്നാണ് വിസ്മരിക്കില്ല. അങ്ങനെ 1-ാം പേജിൻ്റെ സമഗ്രതയെ ഏറ്റവും നന്നായി നൽകാൻ രണ്ടുപേരും ശ്രമിക്കുന്നുണ്ട്. അസ്തമിക്കില്ല, വിസ്മരിക്കില്ല എന്ന് 2 പേജുകളിലായി മാതൃഭൂമി നൽകുന്നു. ഉദിച്ചു നിൽക്കും ജനഹൃദയങ്ങളിൽ, ജ്വലിച്ചു നിൽക്കും സ്മരണകളിൽ എന്നാണ് മാതൃഭൂമി പറയുന്നത്. അപ്പോൾ അത് അസ്തമിക്കില്ല എന്നും വിസ്മരിക്കില്ല എന്നും, ആ വിസ്മരിക്കില്ല എന്നുള്ളത് വിസ് മരിക്കില്ല എന്നാണ് മാതൃഭൂമി പറയുന്നത്. അത് വളരെ നന്നായിട്ടുണ്ടെന്ന് തോന്നുന്നു. ജ്വലിച്ചു നിൽക്കും സ്മരണകളിലും ഉദിച്ചു നിൽക്കും ജനഹൃദയങ്ങളിലും. വി എസിന് പുന്നപ്പുറയുടെ മണ്ണിൽ നിത്യനിദ്ര, 31 മണിക്കൂർ അന്ത്യയാത്ര, സങ്കട പെരുമഴ സാക്ഷി, ജനനായക വിട. അങ്ങനെ 1-ാം പേജിൽ ഏറ്റവും മനോഹരമായി തന്നെ മാതൃഭൂമി നൽകിയിട്ടുണ്ട്. വി എസ് അച്യുതാനന്ദൻ്റെ മൃതദേഹം ആലപ്പുഴ പുന്നപ്പുറയിലെ വലിയ ചുടുകാട് രക്തസാക്ഷി മണ്ഡപത്തിലെ ചിതയിലേക്ക് എടുക്കുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ സാമൂഹ്യ മാധ്യമത്തിൽ പങ്കുവച്ച ചിത്രമാണ് മാതൃഭൂമി 1-ാം പേജിൽ നൽകിയിട്ടുണ്ട്. അവരുടെ ചിത്രമല്ല, മുഖ്യമന്ത്രി പങ്കുവച്ച ഒരു ചിത്രമാണ് അവർ നൽകിയിട്ടുള്ളതെന്ന് വേണം കാണാൻ. ഉൾപേജിലേക്ക് പോയാൽ ഒരു പക്ഷേ എഡിറ്റോറിയൽ പേജ് പൂർണ്ണമായും അതിനായി മാറ്റി വെച്ചിട്ടുണ്ട് എന്ന് വേണം കാണാൻ. ആൾക്കടലിൽ അലിഞ്ഞ് വി എസ്, മറക്കില്ല ഈ മണ്ണ് മനുഷ്യരും എന്നൊരു ഹെഡിങ്. മഹാമൗനത്തിലാണ്ട് എന്ന് മറ്റൊന്ന്. ഞങ്ങളുടെ നെഞ്ചിലെ റോസാപ്പൂവെ എന്ന് മുദ്രാവാക്യങ്ങൾ, ആളുകൾ വിളിച്ച മുദ്രാവാക്യങ്ങൾ. വി എസ് ഇല്ലാതെ വസുമതി എന്ന് അദ്ദേഹത്തിൻ്റെ ഭാര്യയെക്കുറിച്ചും പറയുന്നുണ്ട്. ചരിത്രയാത്രയുടെ വളയം പിടിച്ചെന്ന് KSRTCയുടെ ഡ്രൈവർമാരെക്കുറിച്ച് പറയുന്നുണ്ട്. ജനസഹസ്രം സാക്ഷി, യാത്രയേകി കൃഷ്ണമുള്ള സ്മാരകം, അത് പാർട്ടി DC ഓഫീസിനെ കുറിച്ചാണ്. അന്ത്യവിശ്രമം സ്വന്തം പേരിലുള്ള മണ്ണിൽ എന്ന് പറയുന്നുണ്ട്. അത് വലിയ ചുടുകാട് അദ്ദേഹത്തിൻ്റെ പേരിലാണ് എഴുതിയിട്ടുള്ളത് എന്നുള്ളത് കൊണ്ട് അതും നന്നായി തന്നെ നൽകിയിട്ടുണ്ട്. അങ്ങനെ എല്ലാ അർത്ഥത്തിലും മനോഹരമായി ഏറ്റവും നന്നായി മാതൃഭൂമിയും ആ വാർത്തയെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. വേഗം ഒന്ന് മനോരമയിലേക്ക് പോയി വരാം. തോരാതെ വി എസ് എന്നാണ്
ഇവിടെ ഒരു പക്ഷേ ഇവിടെ ഇങ്ങനെയാണ് എങ്കിൽ വിസ്മരിക്കില്ല, അസ്തമിക്കില്ല എന്നാണെങ്കിൽ തോരാതെ VS എന്നാണ് മനോരമ പറയുന്നത്. VS ആലപ്പുഴ വലിയ ചുടുകാട്ടിൽ അന്ത്യവിശ്രമം, ജനത്തിരക്കിൽ സംസ്കാരം 5 മണിക്കൂർ വൈകി, പൊതുദർശന സമയക്രമം തെറ്റിച്ച് ജനപ്രവാഹം, ചുവന്ന മണ്ണിലലിഞ്ഞ് സമരഭരിത യുഗം എന്നുകൂടി പറയുന്നുണ്ട്. സമരഭരിത യുഗം എന്നൊക്കെ മനോരമ നന്നായി തന്നെ ഏറ്റവും നന്നായി നല്ല വാക്കുകളിൽ എഴുതി പോകുന്നു. ആൾക്കടലിൽ ചെങ്കനൽ എന്ന് അടുത്ത പേജിലേക്ക് ഒരുപക്ഷെ അത് ഒരു വലിയ ചിത്രം തന്നെ നൽകിയിട്ടുണ്ട്. കനലോർമ്മയായി എന്നതിന് ക്യാപ്ഷനുണ്ട്. ഉൾപേജിലേക്ക് പോയാൽ മായാത്ത VS മുദ്രകൾ. അങ്ങനെ VS പിന്നെ ഒന്ന് അതിൻ്റെ രാഷ്ട്രീയ വശം CPM-ഉം VS-ഉം എങ്ങനെയായിരുന്നുള്ളത് മനോരമ സ്വാഭാവികമായും അവരുടെ രാഷ്ട്രീയം ഉൾപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട്. VS മറയുമ്പോൾ പാർട്ടി, VS പക്ഷത്തിൻ്റെ പോരാട്ടങ്ങൾ അവസാനിച്ചതോടെ പാർട്ടിക്കകത്ത് എല്ലാം ഭദ്രമായെന്ന നേതൃത്വത്തിൻ്റെ അവകാശവാദം ശരിയോ? CPM-ൻ്റെ തന്നെ കണ്ടെത്തലുകളിൽ നിന്ന് വ്യക്തമാക്കുന്നത് എന്ത്? VS-ൻ്റെ മരണ ദിവസം അല്ലെങ്കിൽ സംസ്കാരം കഴിഞ്ഞ അടുത്ത ദിവസം തന്നെ സുജിത് നായരുടെ ഒരു കേരള മെയിൽ എന്ന ലേഖനത്തിൽ പറയുന്നത് ജില്ലകളിൽ എരിയുന്നത് പറഞ്ഞ് 14 ജില്ലകളെക്കുറിച്ചും VS-യുമായി ബന്ധപ്പെട്ട ആളുകളുടെ വിവരങ്ങൾ VS പക്ഷം എന്ന് പറയുന്ന ആളുകളെക്കുറിച്ച് പറയുന്നുണ്ട്. മറ്റൊരു വാർത്തയെ വേണം കാണാൻ. മറ്റൊന്ന് VS-ൻ്റെ വരരേഖ എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ കാർട്ടൂണിസ്റ്റുകൾ വർഷങ്ങളിലൂടെ 1923 ജനിച്ച VS-ന് 4-ാം വയസ്സിൽ അച്ഛനെയും അമ്മയും 11-ാം വയസ്സിൽ അച്ഛനെയും നഷ്ടമായി എന്ന് പറയുന്നു. അങ്ങനെ ഒരുപക്ഷെ 2021 ഭരണപരിഷ്കാര കമ്മീഷൻ അധ്യക്ഷ സ്ഥാനം ഒഴിഞ്ഞു. അങ്ങനെ ആ കാലത്തെ കാർട്ടൂണുകൾ കൂടി ചേർത്തുകൊണ്ട് VS-ന് വരരേഖയും നൽകുന്നുണ്ട് മനോരമ. അങ്ങനെ സമഗ്രമാണ് മനോരമയും മാതൃഭൂമിയും. അതിനപ്പുറത്തേക്ക് 8-ാം പേജും 9-ാം പേജും ഇടറി നിന്ന വഴികൾ. അതൊരു പക്ഷേ ഈ ഇന്നലത്തെ കഴിഞ്ഞ ദിവസം അന്ത്യയാത്ര എങ്ങനെയായിരുന്നു എന്നുള്ളത് വളരെ വിശദമായി പറയുന്നുണ്ട്. ഹൃദയരേഖകൾ തുടിച്ചല്ലോ ജന്മനാടിനെ തൊടുമ്പോൾ എന്ന് പറയുന്നു. കഴിഞ്ഞ ദിവസത്തെ രാത്രിയും തിരുവനന്തപുരത്ത് നിന്ന് തുടങ്ങി ആലപ്പുഴയിലെത്തിയ ആ രാത്രി യാത്രയെക്കുറിച്ചാണ് പറയുന്നത്. വേലിക്കകത്തൊരു സങ്കടക്കടൽ അഭിവാദ്യത്തിര. അങ്ങനെ ഹെഡിങ് കൊണ്ടും വാർത്ത കൊണ്ടും സമഗ്രവും സമ്പുഷ്ടവുമാണ് മനോരമയും മാതൃഭൂമിയും എന്ന് പറയാം. ദേശാഭിമാനി കൂടി ഒന്ന് വേഗം പറഞ്ഞു പോകാം. ദേശാഭിമാനി നമ്മുടെ 1-ാം പേജ് നേരത്തെ പറഞ്ഞു തുടരും പടരും എന്നുള്ളതാണ്. ആൾക്കൂട്ടത്തിൽ അലിഞ്ഞ അന്ത്യയാത്ര, ഇങ്ങനെയൊരു വിട ചരിത്രത്തിലാദ്യം, വലിയ ചുടുകാട്ടിൽ അന്ത്യവിശ്രമം, അരുൺകുമാർ ചിതയ്ക്ക് തീയൊളുത്തി, VS ഉയർത്തിയ ചെങ്കൊടിയും രാഷ്ട്രീയവും ഏറ്റെടുത്ത ലക്ഷ്യങ്ങൾ എന്നുകൂടി ദേശാഭിമാനി പറഞ്ഞു വെക്കുന്നുണ്ട്. ഉൾപേജിലേക്കും കൂടി പോയാൽ കുറച്ചും കൂടി വിശദമായ കാര്യങ്ങൾ പറയുന്നുണ്ട്. വീരജ്വാലയായി എന്ന് പറയുന്നു, തീയായി കനലായി നെഞ്ചിൽ തന്നെ എന്ന്. അതൊരു പക്ഷേ മനുഷ്യന്മാരിലേക്കാണ് കൂടുതൽ ദേശാഭിമാനിയുടെ ഫോട്ടോഗ്രാഫർമാർ ചിത്രങ്ങൾ പകർത്തിയിട്ടുള്ളത്. വലിയ വിഷമത്തോടെ ആളുകൾ വന്ന് ആ VS-ന് അന്തിമോപചാരം അർപ്പിച്ചു പോകുന്ന മുദ്രാവാക്യം വിളിക്കുന്നുണ്ട്. മഴയത്ത് കുടച്ചൂടി നിൽക്കുന്നുണ്ട്, കുട്ടികൾ അത് കണ്ടു നിൽക്കുന്നതുണ്ട്, സ്ത്രീകൾ മുദ്രാവാക്യം വിളിക്കുന്നുണ്ട്, അമ്മമാർ കരയുന്നുണ്ട്. അങ്ങനെ വളരെ വിശദമായി ആലപ്പുഴയുടെ വിപ്ലവ മണ്ണിലേക്ക് മഹാപ്രവാഹമായി എത്തവേ പിന്നിട്ട 2 ദിനരാത്രങ്ങളിൽ നാടാകെ ഉയർന്ന മുദ്രാവാക്യങ്ങൾക്ക്. അങ്ങനെ ദേശാഭിമാനി ഒരു വലിയ വിപ്ലവ ജ്വാലയായി VS-നെ എഴുതുന്നു, ചിത്രങ്ങളിലൂടെ അത് സമർത്ഥിക്കുന്നു എന്ന് വേണം കാണാൻ. എന്തായാലും VS ഒരു ചെന്താരകമായി നിറഞ്ഞു നിൽക്കുന്നു എന്ന് തന്നെയാണ് പത്രങ്ങളും വലിയ രൂപത്തിൽ ആ വാർത്തയെ കാണുന്നത് എന്ന് വേണം കാണാൻ. VS-ന് അന്ത്യാഭിവാദ്യം അർപ്പിക്കാൻ ജനലക്ഷങ്ങളെത്തിയ വാർത്ത എല്ലാ പത്രങ്ങളും സമഗ്രമായി സമ്പുഷ്ടമായി തന്നെ നൽകിയിട്ടുണ്ട് എന്ന് വേണം കാണാൻ. ഇനി നമുക്ക് വേഗം മറ്റു വാർത്തകളിലേക്ക് പോകേണ്ടതുണ്ട്. പ്രധാനപ്പെട്ട ഒരു വാർത്ത മനോരമയുടെ 1-ാം പേജിലാണ്. അതൊരു പക്ഷേ കേരളത്തിൽ നിന്നല്ല ദേശീയ തലത്തിൽ നിന്നാണ് വാർത്ത. അതിൻ്റെ ഹെഡിങ് തലക്കെട്ട് ഇങ്ങനെയാണ്: ഇല്ലാത്ത രാജ്യത്തിന് വല്ലാത്ത സ്ഥാനപതി. ആ ഹെഡിങ് കേട്ട് ആശങ്കപ്പെടേണ്ട. ഒരു രാജ്യം, ഇല്ലാത്തൊരു രാജ്യം, ആ രാജ്യത്തിന് ഒരു സ്ഥാനപതി അത് ഇന്ത്യയിലുണ്ടായിരുന്നു എന്നുള്ളതാണ് വാർത്ത. ഞാൻ വായിക്കാം. വെസ്റ്റ് ആർട്ടിക്ക എന്ന രൂപത്തിൽ എന്ന പേരിൽ വെസ്റ്റ് ആർട്ടിക്ക എന്ന ഇല്ലാ രാജ്യത്തിൻ്റെ പേരിൽ 8 വർഷമായി എംബസി പ്രവർത്തിപ്പിച്ച് തട്ടിപ്പ് നടത്തിയ സ്ഥാനപതി UP-യിൽ പോലീസിൻ്റെ പിടിയിലായി. അയാളുടെ പേര് ഹർഷവർദ്ധൻ ജെയിൻ എന്നാണ്. നമുക്കറിയാം വിദേശ രാജ്യങ്ങളുടെ എല്ലാം എംബസികൾ ഇന്ത്യയിലുണ്ട്. അത് അമേരിക്ക മുതൽ നമുക്കറിയാവുന്ന എല്ലാ ലോകരാജ്യങ്ങളുടെയും എംബസികൾ ഇന്ത്യയിലുണ്ട്. ഇങ്ങനൊരു രാജ്യം വെസ്റ്റ് ആർട്ടിക്ക എന്നൊരു രാജ്യം, അതിനൊരു എംബസി ഇന്ത്യയിൽ പ്രവർത്തിച്ചിരുന്നു. അതും 8 വർഷമായി UP-യിൽ പ്രവർത്തിച്ചിരുന്നു, ഗാസിയാബാദിൽ പ്രവർത്തിച്ചിരുന്നു എന്നുള്ളത് കൗതുകമാണ്. നമ്മുടെ രാജ്യം അതറിഞ്ഞില്ല എന്നുള്ളതും ഇപ്പോൾ പിടിയിലാകുമ്പോഴാണ് ആ വാർത്തയുടെ കൗതുകം. അതുകൊണ്ടാണ് ഈ വാർത്ത ഞാൻ 1-ാം പേജിൽ മനോരമയിൽ കണ്ടപ്പോൾ എടുത്തു പോകുന്നത്. അത് സിറാജും ആ വാർത്ത 1-ാം പേജിൽ വളരെ നന്നായി തന്നെ നൽകിയിട്ടുണ്ട് എന്ന് വേണം കാണാൻ. സിറാജിൻ്റെ പ്രധാനപ്പെട്ട വാർത്തയാണ്, VS കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ്. സ്വന്തം എംബസി, നയതന്ത്ര പാസ്പോർട്ട്, അംബാസഡർ പിടിയിൽ, രാജ്യം വെസ്റ്റ് ആർട്ടിക്ക. ഒരു കൗതുകമുള്ള വാർത്തയാണ്. ഒരു പക്ഷേ വലിയ രൂപത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന വാർത്തയാണ്. ദേശീയ തലത്തിൽ ഇന്ത്യയുടെ നമ്മളുടെ രാജ്യസുരക്ഷയെക്കുറിച്ച് പല രൂപത്തിൽ സംസാരിക്കുമ്പോഴാണ് ഇങ്ങനൊരു വാർത്ത കൂടി കടന്നു പോകുന്നത്. ഇന്ത്യയിൽ നമ്മളറിയാതൊരു രാജ്യം
നമ്മൾ പഠിക്കാത്ത, നമ്മൾ കേൾക്കാത്ത ഒരു രാജ്യം വെസ്റ്റ് ആർട്ടിക്ക. അതിൻ്റെ പേരിൽ ഒരു വ്യാജ എംബസി നടത്തിയ ഒരാൾ 8 വർഷം ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് വലിയ വാർത്തയെ തന്നെ നൽകുന്നുണ്ട്. അത് മാത്രമല്ല ടൈംസ് ഓഫ് ഇന്ത്യയും എക്സ്പ്രസും എല്ലാം വാർത്ത ഒന്നാം പേജിൽ നൽകിയിട്ടുണ്ടെന്ന് വേണം കാണാൻ. UP പോലീസ് റെയ്ഡ് വെസ്റ്റ് ആർട്ടിക്ക എംബസി, അറസ്റ്റ് അംബാസഡർ. അതൊരു കൗതുകത്തിലാണ് അവരുടെ ഹെഡിങ് എല്ലാം നൽകിയിട്ടുള്ളത്. കോട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. എന്തായാലും അങ്ങനെ തന്നെയാണ് കണ്ടത്. മറ്റൊന്ന് ഉപരാഷ്ട്രപതിയാണ്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു പക്ഷേ വി എസുമായി ബന്ധപ്പെട്ട വാർത്തകൾക്ക് ഇടയിൽ മുങ്ങിപ്പോയതാണ് നമ്മുടെ ഉപരാഷ്ട്രപതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഉപരാഷ്ട്രപതി ആരാകുമെന്ന് വലിയ രൂപത്തിൽ ചർച്ചയുണ്ട്. അപ്രതീക്ഷിതമായ അദ്ദേഹത്തിൻ്റെ രാജി, ധൻഖർ രാജിവെച്ചൊഴിഞ്ഞു പോകുമ്പോൾ BJP ആണ് പ്രതിരോധത്തിലാക്കിയിട്ടുള്ളത്. ഉപരാഷ്ട്രപതിക്ക് വേണ്ടി തലപുകച്ച് ഇരുപക്ഷവും BJPയും കോൺഗ്രസും എന്നുള്ളതാണ്. ധൻഖറിന് യാത്രയപ്പ് നൽകുന്നതിന് വിയോജിപ്പെന്നെല്ലാം മനോരമ 11-ാം പേജിൽ നൽകിയിട്ടുണ്ട്. മാതൃഭൂമി കുറച്ചും കൂടി വിശദമായി 10-ാം പേജിൽ ഇതിങ്ങനെയല്ല, ആരായിരിക്കും ഉപരാഷ്ട്രപതി എന്ന കാര്യം മാതൃഭൂമി 10-ാം പേജിൽ പറയുന്നുണ്ട് എന്ന് വേണം കാണാൻ. അതായത് ഇനി വരാൻ പോകുന്നത്, മുൻപ് കർപ്പൂരി താക്കൂറിൻ്റെ ചെറുമകൻ അദ്ദേഹം ഒരുപക്ഷെ വന്നേക്കും എന്ന രൂപത്തിലുള്ള ചർച്ചകളൊക്കെ വരുന്നുണ്ട്. ധൻഖർ രാഷ്ട്രപതി പദം, അതായത് ഇപ്പോൾ അദ്ദേഹം ഉപരാഷ്ട്രപതിയാണ്, അദ്ദേഹം ഇനി ലക്ഷ്യമിടാൻ പോയത് രാഷ്ട്രപതി പദമാണ്. ആ രാഷ്ട്രപതി പദം ലക്ഷ്യപ്പെട്ടെന്ന് BJP പറയുന്നു. അങ്ങനെ ഒരു ആരോപണം BJP ധൻഖറിനെതിരെ ഉന്നയിക്കുമ്പോൾ BJPയും ധൻഖറും തമ്മിലുള്ള ആശയ സംഘർഷവും രാഷ്ട്രീയ സംഘർഷവും വലുതായിരുന്നു എന്ന് വേണം കാണാൻ. ഉപരാഷ്ട്രപതി സ്ഥാനത്ത് നിന്നും രാജിവെച്ച ജഗദീപ് ധൻഖർ അടുത്ത രാഷ്ട്രപതി പദം മോഹിച്ചിരുന്നെന്നും അതിനായി നടത്തിയ കരുനീക്കങ്ങളാണ് രാജിയിൽ കലാശിച്ചതെന്നും അഭ്യൂഹം. അത് BJP ിലുള്ള വാർത്തയായിട്ടാണ് മാതൃഭൂമി 10-ാം പേജിൽ നൽകുന്നത്. കേരള കൗമുദി 4-ാം പേജിൽ പറയുന്നുണ്ട്, ഇനി വരാൻ പോകുന്നത് കർപ്പൂരി താക്കൂറിൻ്റെ ചെറുമകനായിരിക്കും ഒരു പക്ഷേ വരാൻ പോകുന്ന ഉപരാഷ്ട്രപതി. അതുമായി ബന്ധപ്പെട്ട് BJP ചർച്ചകൾ നടത്തുന്നുണ്ട്. ശശി തരൂരിൻ്റെ പേരും ചർച്ചയിലുണ്ട് എന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ രൂപത്തിൽ വാർത്തകൾ വന്നിരുന്നു. അങ്ങനെ ഉപരാഷ്ട്രപതി പദം BJP സംബന്ധിച്ച് വലിയ പ്രശ്നമാണ്. പാർലമെൻറ്റ് സമ്മേളനം നടക്കുകയാണ്. ഇന്നലെ ഇതേ പേരിൽ തന്നെ പാർലമെൻറ്റ് പല രൂപത്തിൽ സ്തംഭിച്ചിരുന്നു എന്ന് വേണം കാണാൻ. മറ്റൊന്ന് എയർ ഇന്ത്യ ദുരന്തമാണ്. എയർ ഇന്ത്യ ദുരന്തം നമുക്കറിയാം, കഴിഞ്ഞ കുറേ ദിവസങ്ങളായി അല്ലെങ്കിൽ മാസങ്ങളായി നമ്മളുടെ കൺമുന്നിൽ ചർച്ചകളായിരുന്നു. ആ ചർച്ച എന്നുള്ളത് അതിൻ്റെ മറ്റൊരു തരത്തിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത്. അതിൻ്റെ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് പുറത്തു വന്നു. അന്വേഷണ റിപ്പോർട്ടിനെ സംബന്ധിച്ച് വലിയ ചർച്ചകളുണ്ടായി. ഇപ്പോൾ വരുന്ന ചർച്ച മരണത്തിൽ അതായത് ആളുകളുടെ മൃതദേഹം ബ്രിട്ടനിലേക്ക്, 2 ബ്രിട്ടീഷ് പൗരന്മാരുടെ മൃതദേഹം അയക്കുന്നു, അവരുടെ കുടുംബങ്ങളിലേക്ക് അയക്കുന്നു. അപ്പോൾ അവിടെ ആ മൃതദേഹ ഭാഗങ്ങൾ ലഭിക്കേണ്ട വീടുകളിലല്ല മൃതദേഹഭാഗങ്ങൾ ലഭിച്ചത്. ആ വാർത്ത ഇങ്ങനെയാണ്, 1-ലധികം പേരുടെ മൃതദേഹ അവശിഷ്ടങ്ങൾ ഒരു പെട്ടിയിൽ. അത് മരണത്തിരിമറി എന്നാണ് ചന്ദ്രിക 1-ാം പേജിൽ ആ വാർത്ത നൽകിയിട്ടുള്ളത്. അത് വലിയ വാർത്ത തന്നെയാണ്. ഒരു പക്ഷേ തങ്ങൾക്ക് ലഭിച്ച മൃതദേഹം മാറിപ്പോയെന്ന ആരോപണവുമായി അഹമ്മദാബാദ് വിമാനാപകടത്തിൽ കൊല്ലപ്പെട്ട ബ്രിട്ടീഷുകാരായ 2 പേരുടെ കുടുംബങ്ങൾ, തങ്ങൾക്ക് ലഭിച്ചത് മൃതദേഹങ്ങളുടെ DNA പരിശോധനാ ഫലം കുടുംബാംഗങ്ങളുടെ സാമ്പിളുമായി പൊരുത്തപ്പെടുന്നില്ലെന്നാണ് അവരുടെ ആരോപണം. അതൊരു വലിയ ആരോപണമാണ്. ഒരു പക്ഷേ നമ്മളുടെ രാജ്യം വിദേശത്തേക്ക് കൈമാറിയ, അവരുടെ കുടുംബങ്ങൾ കൈമാറിയ മൃതദേഹങ്ങൾ മാറിപ്പോകുന്നുണ്ട് എങ്കിൽ അതൊരു വലിയ വാർത്ത തന്നെയാണ്. ഒരു പക്ഷേ ഇംഗ്ലീഷ് പത്രങ്ങളൊക്കെ ആ വാർത്ത 1-ാം പേജിൽ നൽകിയിട്ടുണ്ട് എന്നുകൂടി പറഞ്ഞു പോവുകയാണ്. ഇനി ബോഡി ഷെയ്മിങ്, അതൊരു മറ്റൊരു വാർത്ത. ബോഡി ഷെയ്മിങ് എന്നുള്ളത് എല്ലാവരെയും സംബന്ധിച്ചും വിഷമമുള്ള കാര്യമാണ്. അത് പല ആളുകളും ഉള്ളിൽ പൊതിഞ്ഞു നടക്കാറാണ് പതിവ് ആക്ഷേപം കേൾക്കുമ്പോൾ. പക്ഷേ ഇനി അങ്ങനെ പൊതിഞ്ഞു നടക്കേണ്ട കാര്യമില്ല. ബോഡി ഷെയ്മിങ് കുറ്റകരമാക്കാൻ പോകുന്നു. അക്കാര്യത്തിൽ അതുമായി ബന്ധപ്പെട്ട വാർത്ത മാതൃഭൂമിയും മനോരമയും നൽകിയിട്ടുണ്ട്. ബോഡി ഷെയ്മിങ്ങും റാഗിംഗ് കരട് നിയമം ഹൈക്കോടതിയിൽ. അത് അന്തിമ രൂപം നൽകാൻ 2 മാസം കൂടി. മാതൃഭൂമി 3-ാം പേജിലും മനോരമ 2-ാം പേജിലും വാർത്ത നൽകിയിട്ടുണ്ട്. 1/4 നൂറ്റാണ്ടിലേറെ പഴക്കമുള്ള കേരള റാഗിംഗ് നിരോധന നിയമം കാലാനുസൃതമായി മാറ്റുന്നതിനുള്ള പുതിയ നിയമത്തിൻ്റെ കരട് സർക്കാർ ഹൈക്കോടതിയിൽ ഹാജരാക്കി. നിയമം നടപ്പാക്കുന്നതിനുള്ള ചട്ടത്തിൻ്റെ കരടും ഹാജരാക്കി. ബോഡി ഷെയ്മിങ്ങിനെയും റാഗിങ്ങിൻ്റെ ഭാഗമാക്കി നിയമം നിർവഹിച്ചിരിക്കുന്നു. ഇനി കോളേജുകൾ പഠിക്കുന്ന വിദ്യാർത്ഥികൾ, കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് വാട്സപ്പിൽ നടക്കുന്ന ചർച്ചകൾ പോലും, അല്ലെങ്കിൽ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ നൽകുന്ന ആക്ഷേപങ്ങൾ പോലും ഈ റാഗിംഗ് നിയമത്തിൻ്റെ പരിധിയിൽ കൊണ്ടുവരുമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ വീണ്ടും ബോഡി ഷേമിംഗ് കൂടി വരുമ്പോൾ കോളേജുകളിൽ, ക്യാമ്പസുകളിൽ കുട്ടികൾ ജാഗ്രത പാലിക്കേണ്ടതുണ്ട് എന്നുള്ളത് ഒരു മനോരമയുടെ ഒരു വാർത്ത കൂടി പറഞ്ഞു പോകുന്നു. ഒരു വലിയ വാർത്ത, ഈ VSൻ്റെ വാർത്തയ്ക്കുള്ളിൽ ഒരുപക്ഷെ മുങ്ങിപ്പോകരുതെന്ന് എനിക്ക് ആഗ്രഹമുള്ള ഒരു വാർത്തയാണ്. അതായത് അതിൻ്റെ ഹെഡിങ് ഇങ്ങനെയാണ് മനോരമയുടെ 1-ാം പേജിൽ, മുട്ടിയിട്ടും തുറക്കാത്ത വാതിലിന് മുമ്പിൽ മുറ്റത്തുറങ്ങി അച്ഛൻ മടങ്ങി. മുട്ടിയിട്ടും തുറക്കാത്ത വാതിലിന് മുന്നിൽ മുറ്റത്തുറങ്ങി അച്ഛൻ മടങ്ങി എന്നാണ് വാർത്ത. അതായത് വീടിന് പുറത്താണെങ്കിലും നേർത്ത മഴയും കുളിരും അറിയാതെ ഇന്നലെ മനസമാധാനത്തോടെ 80-കാരൻ തോമസ് ഉറങ്ങിക്കിടന്നു. അദ്ദേഹത്തെയും ഭാര്യയെയും മകനും മകളും ആ വീട്ടിൽ നിന്ന് പുറത്താക്കി. അവർ അനാഥാലയത്തിലായിരുന്നു. അനാഥാലയത്തിൽ അവിടെ വെച്ച് മരണപ്പെട്ടു. അപ്പോൾ സ്വാഭാവികമായും വീട്ടിലേക്ക് കൊണ്ടുവന്നു. അച്ഛൻ്റെ മൃതദേഹം വീട്ടിലേക്ക് കൊണ്ടുവന്നു എന്നറിഞ്ഞ് മകനും മകളും ആ വീട് പൂട്ടി എവിടേക്കോ പോയി. അങ്ങനെ ബന്ധുക്കളും പഞ്ചായത്തുമൊക്കെ മകനെയും മകളെയും ഫോണിൽ പലതവണ വിളിച്ചു, പക്ഷേ വന്നില്ല. ഒടുവിൽ ആ അച്ഛൻ ആ വീടിനകത്ത്
പൊതുദർശനത്തിന് വിധേയനാകേണ്ട ഒരു അച്ഛൻ ആ മനുഷ്യൻ ആ വീടിന് പുറത്ത്, അവിടെ അടച്ചിട്ട വീടിന് പുറത്ത് നാട്ടുകാരുടെ മുമ്പിൽ അദ്ദേഹത്തിൻ്റെ മരണം അങ്ങനെയായിരുന്നു. വലിയൊരു വാർത്തയാണത്. യാത്രയേക്കാൻ അനാഥാലയത്തിൽ നിന്നാണ് ഭാര്യ എത്തിയത്. ഭാര്യ മറ്റൊരു അനാഥാലയത്തിലാണ്, അങ്ങനെ അവരും എത്തി. പക്ഷേ ഈ മകനും മകളും എത്തിയില്ല. അവർക്കൊരു മകൾ കൂടിയുണ്ട്, അവരും വന്നിട്ടില്ല. അങ്ങനെയാണ് ആ വാർത്ത. ഇത് തൃശ്ശൂരിൽ നിന്നാണ്. തൃശ്ശൂർ അരിമ്പൂർ കൈപ്പള്ളി പ്ലാക്കൻ തോമസും റോസ്ലിയുമാണ്. തോമസാണ് മരിച്ചത്, റോസ്ലിയാണ് ഭാര്യ. തൃശ്ശൂർ അരിമ്പൂരിൽ നിന്നാണ് ആ വാർത്ത. മനോരമയാണ് ഈ വാർത്ത ഒന്നാം പേജിൽ നൽകിയിട്ടുള്ളത്. ഒരുപക്ഷെ വലിയ ഹൃദയഭേദകമായ വാർത്ത തന്നെയാണിത്. നമ്മളുടെ മക്കൾ നമ്മളുടെ കുടുംബങ്ങളിൽ ഇങ്ങനെയൊക്കെയാണ്, നമ്മുടെ നാട്ടിലും ഇങ്ങനെയൊക്കെ ഉണ്ട് എന്നുള്ളത് വലിയ വേദന ഉണ്ടാക്കുന്ന കാര്യം കൂടിയാണ്. ബിനിൽ, ഞാൻ അവസാനിപ്പിക്കുന്നു. ഓക്കെ, ശരി. താങ്ക് യു ശ്രീജിത്ത് ബാലകൃഷ്ണൻ. ശ്രീജിത്ത്, എന്തായാലും നമ്മുടെ കവറേജിനും നമ്മുടെ പ്രേക്ഷകരെല്ലാവരും തന്നെ അവരെ അഭിനന്ദിക്കുന്നുണ്ട്. കാരണം നമ്മൾ ഇടവേളകളില്ലാതെ വി എസിൻ്റെ അന്ത്യയാത്രയ്ക്കൊപ്പം നമ്മളും നമ്മുടെ ക്യാമറ കണ്ണുകൾ ഇങ്ങനെ ഒരേപോലെ തന്നെ അതിൻ്റെ എന്താണോ യഥാർത്ഥ ചിത്രം അതിശയോക്തിയൊന്നുമില്ലാതെ വളരെ കൃത്യമായി തന്നെ അറിയിച്ചിരുന്നു. യഥാർത്ഥത്തിൽ നമുക്ക് തന്നെ അവിടെ മാനേജ് ചെയ്യാൻ പറ്റാത്ത സ്ഥിതിയായിരുന്നു എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നല്ലോ. കാരണം അത്രയധികം വലിയ ജനസഞ്ചയമായിരുന്നില്ലേ എന്നുള്ളതും വളരെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ ശ്രീജിത്ത് ബാലകൃഷ്ണനാണ് നമുക്കൊപ്പം വിവരങ്ങളുമായി ചേർന്നത്. ഇന്നത്തെ പ്രധാനപ്പെട്ട പത്രവാർത്തകളുമായി